ടൂറിസം രംഗത്ത് വയനാടിന്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ എയർ റെയിൽ കണക്ടിവിറ്റി അനിവാര്യമാണെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ അധ്യക്ഷൻ ഷെവലിയാർ സി ചാക്കുണ്ണി അഭിപ്രായപ്പെട്ടു. സുൽത്താൻ ബത്തേരിയിൽ മൈസൂരു ട്രാവൽസിന്റെ പുതിയ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖല തകർന്നതോടെ വയനാട് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയാണെന്നും അതിലൂടെ മാത്രമേ വയനാട്ടിലെ സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വയനാട്ടിലേക്ക് ദേശീയ അന്തർദേശീയ ടൂറിസ്റ്റുകൾക്ക് സുഗമമായി എത്തിച്ചേരുന്നതിന് എയർ സ്ട്രിപ്പ്, നെഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേ തുടങ്ങിയ അനിവാര്യമാണെന്നും ഇതിനായി മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ വയനാട്ടിലെ ബന്ധപ്പെട്ട സംഘടനകളുമായി സഹകരിച്ച് ശ്രമിച്ചു വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വയനാടിന്റെ ടൂറിസം വ്യവസായ രംഗത്ത് MDC മുൻകൈയെടുത്ത നിരവധി പദ്ധതികളും പ്രമുഖ കമ്പനിയുടെ നിർമ്മാണശാലയും തുടങ്ങിയതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ടൂറിസം രംഗത്ത് വയനാട്ടിൽ മുതലിറക്കുന്നത് കൂടുതൽ സംരംഭക രംഗത്ത് വരണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. മൈസൂർ ട്രാവൽസിന്റെ പുതിയ ശാഖ സുൽത്താൻ ബത്തേരിയിൽ ആരംഭിക്കുന്നത് ഇതിനുള്ള തുടക്കമാകട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. വിനയ്കുമാർ അഴിപ്പുറത്ത് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ചെയർമാൻ TK രമേശ്, വൈസ് ചെയർപേഴ്സൺ LC പൗലോസ്, വയനാട് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് പ്രസിഡന്റ് ജോണി പാറ്റാനി, സുൽത്താൻ ബത്തേരി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് PY മത്തായി, മുനിസിപ്പൽ കൗൺസിലർമാരായ സംഷാദ്, പ്രജിത, സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അസൈനാർ, അഡ്വക്കേറ്റ് TM റഷീദ്, AK അബ്ദുൾ റഹീം, ബൈജു പോൾ, ജേക്കബ് ബത്തേരി, ജോസ് കപ്പ്യാരുമല, കക്കോടൻ മുഹമ്മദ്, ഗോപകുമാർ തുടങ്ങി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, വ്യാപാര രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. മൈസൂർ ട്രാവൽസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മലേഷ്യ, ലക്ഷദ്വീപ് ടൂർ പാക്കേജുകൾക്ക് പ്രത്യേക ഇളവുകൾ ഉണ്ടായിരിക്കുമെന്ന് ജനറൽ മാനേജർ അബ്ദുൾ റസാഖ് അറിയിച്ചു.